ബൂർഖ അണിയുന്ന 70% മുസ്ലിം സ്ത്രീകൾക്കും വിറ്റാമിൻ ഡി ലഭിക്കുന്നില്ല. അസ്ഥിരോഗങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ബൂർഖ അണിയുന്ന 70% മുസ്ലിം സ്ത്രീകളിലും വിറ്റാമിൻ ഡിയുടെ അഭാവം ഉണ്ടാകുന്നുവെന്ന് ഗവേഷണ റിപ്പോർട്ട്. ഇതവരുടെ അസ്ഥികളെ ദുർബലപ്പെടുത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഉമാനാഥ് സിംഗ് ഓട്ടോണമസ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വകുപ്പാണ് സീനിയർ ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ കെ ഉമേഷ് കുമാർ സരോജിന്റെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തിയത്. 100 ഹിന്ദുക്കളും 100 മുസ്ലിങ്ങളും അടങ്ങുന്ന 200 സ്ത്രീകളുടെ സാമ്പിളുകളാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. വിറ്റാമിൻ ഡിയുടെ അളവും അസ്ഥികളുടെ ആരോഗ്യത്തിലുണ്ടാകുന്ന അനുബന്ധ സ്വാധീനവും വിശകലനം ചെയ്യുന്നതിൽ ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികൾ മൃദുവാകാനും പൊട്ടാനും കാരണമാകുന്ന അവസ്ഥയായ ഓസ്റ്റിയോമലാസിയയുടെ മുസ്ലിം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഉയർന്ന നിരക്ക് കണ്ടെത്തി. ഹിന്ദു സ്ത്രീകളെ അപേക്ഷിച്ച് 70%-ലധികം മുസ്ലിം സ്ത്രീകൾക്കും ഈ രോഗം ബാധിച്ചിരുന്നു. മിക്ക സ്ത്രീകളും ഇതിനെക്കുറിച്ച് അറിയാത്തതിനാൽ ഈ അവസ്ഥ പ്രത്യേകിച്ച് അപകടകരമാണ്. അവരുടെ അസ്ഥികൾ ദുർബലമാകാൻ തുടങ്ങുന്നു. കൂടാതെ വലിയ വീഴ്ചയോ പരിക്കോ ഇല്ലാതെ തന്നെ അവർക്ക് പലപ്പോഴും അസ്ഥികൾക്ക് ഒടിവുകൾ ഉണ്ടാകുന്നു. ഡോക്ടർ സരോജ് പറഞ്ഞു. 10-നും 20-നും ഇടയിൽ പ്രായമുള്ള മുസ്ലിം സ്ത്രീകൾ 60-ലധികം പെൺകുട്ടികൾക്ക് ചെറുതോ വലുതോ ആയ ഒടിവുകൾ സംഭവിച്ചതായി കണ്ടെത്തി. മുസ്ലിം സ്ത്രീകൾക്കിടയിൽ വ്യാപകമായി വിറ്റാമിൻ ഡി കുറവിന്റെ പ്രാഥമിക കാരണം സൂര്യപ്രകാശം ഏൽക്കാത്തതാണ്. ഇത് വിറ്റാമിന്റെ സ്വാഭാവിക ഉറവിടമാണ്. സാംസ്കാരികവും മതപരമായ വസ്ത്രധാരണ രീതികൾ, പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഭൂരിഭാഗവും മൂടുന്ന ബൂർഖ ധരിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കാതെ തടയുന്നു. മുസ്ലിം സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിന്ദു സ്ത്രീകൾ വിറ്റാമിൻ ഡിയുടെ കുറവ് 70% കുറവാണെന്നും പഠനം പറയുന്നു. മെഡിക്കൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ രക്തത്തിലെ 1 മില്ലി ലിറ്ററിന് 30 മുതൽ 100 നാനോഗ്രാം വരെ വിറ്റാമിൻ ഡി ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ കേസുകൾ വർദ്ധിച്ചിരിക്കുന്നതിനാൽ സ്ക്രീനിങ്ങുകൾ, പോഷകാഹാര ഇടപെടലുകൾ, സാംസ്കാരികമായി സെൻസിറ്റീവായ അവബോധ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ പൊതുജനാരോഗ്യ പരിപാടി അധികാരികൾ ഉടനടി നടത്തണമെന്നും പഠനം ആവശ്യപ്പെടുന്നു.